ഹായ് പ്യാരെ വെച്ചോ അനസാറാണ്. എല്ലാ മക്കളും ക്രിസ്മസ് വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ ആരംഭിക്കുകയാണ്. അടിപൊളിയായിട്ട് ഒരു പുതിയ തുടക്കം നമുക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട്, അതും ഈ പുതുവർഷത്തിൽ. അപ്പൊ എല്ലാ മക്കൾക്കും അനസാറിന്റെ വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. എല്ലാ മക്കളും ഒരു പുതുവർഷത്തിലേക്ക് കടന്നു. ഈ വർഷം നമ്മുടേതാവട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതിജ്ഞ എടുക്കാം. അടിപൊളിയായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യണം, ഈ അധ്യയന വർഷം നിങ്ങളുടെ പാഠങ്ങളും അതേപോലെ നിങ്ങളുടെ അറിവും ഒക്കെ ഉയർത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, കൃത്യമായിട്ടുള്ള അറിവിന്റെ ഒരു ലോകം നിങ്ങളിൽ പടുത്തുയർത്തണം എന്നുള്ളതാണ് അനസാറിന് ഈ ഒരു ന്യൂ ഇയറിൽ നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഇനി നമുക്ക് ബാക്കിയുള്ള ബാലൻസ് ആയിട്ടുള്ള ഒരു പാഠഭാഗം ഉണ്ടല്ലോ, യൂണിറ്റ് ഉണ്ടല്ലോ. ഏതാണ് ആ യൂണിറ്റ്? യെസ്, 5ാമത്തെ യൂണിറ്റ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ 1-2 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഓണപരീക്ഷയ്ക്ക് പഠിച്ചു. 3-4 യൂണിറ്റ് നമ്മൾ ക്രിസ്മസ് പരീക്ഷയുടെ ഭാഗമായിട്ട് പഠിച്ചു. ഇനി 5ാമത്തെ യൂണിറ്റ് ബാലൻസ് ഉണ്ട്. നസാരെ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു യൂണിറ്റ് നമ്മുടെ മുന്നിലുണ്ട്. അതിൽ 2 പാഠഭാഗങ്ങളുണ്ട്. ഒന്ന് ഏതാണ്? പ്രേം കെ സിവ ഓർ കുച്ച് നെഹി എന്ന് പറയുന്ന ഒരു ഡയറി ഉണ്ട്. ജസിന്ത കെർഗേട്ടയുടേതാണ് ആ ഡയറി. അതേപോലെ ഹാത്തിയോം കി രഹ് ഗുസർ എന്ന് പറയുന്ന ഘടനാവർണ്ണൻ ഉണ്ട്. യാദവേദ്രയുടേതാണ് ആ ഒരു ഘടനാവർണ്ണൻ എന്ന് പറയുന്നത്. ഈ 2 പാഠഭാഗങ്ങൾ മനോഹരമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പാഠഭാഗങ്ങളാണ്. അപ്പൊ നിങ്ങൾ പറയും, ഹൗ സാറേ സമാധാനമായി, 2 പാഠം മാത്രം പഠിച്ചാൽ പോരെ? എന്നാൽ അങ്ങനെയല്ല. ഈ വരുന്ന പബ്ലിക് എക്സാമിൽ നമുക്ക് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ യൂണിറ്റ് ഏതെല്ലാം യൂണിറ്റ് ഉണ്ടാകും? 1, 2, 3, 4, 5. അതായത് ചുരുക്കി പറഞ്ഞാൽ 5 യൂണിറ്റും നമുക്ക് പഠിക്കാനുണ്ട്. ഓണപരീക്ഷയുടെ പോലെ 2 യൂണിറ്റ് മാത്രമല്ല, ഈ അധ്യയന വർഷം 1 മുതൽ 5 വരെയുള്ള എല്ലാ യൂണിറ്റിൽ നിന്നും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാതും നമ്മൾ പഠിക്കണം. അപ്പൊ സാർ അത് പ്രയാസമില്ല? ഒരു പ്രയാസമില്ലടാ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരും. അപ്പൊ അതിന് വല്ല സൊല്യൂഷൻ ഉണ്ടോ? അതിന് സൊല്യൂഷനുമായിട്ടാണ് സാർ വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു ബാച്ച് ഉണ്ടല്ലോ, നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരുപാട് മക്കൾ ഈ സാറിന്റെ ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പം ഇനി അതിൽ ജോയിൻ ചെയ്യാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഓഫറോട് കൂടി നമ്മൾ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇനി എന്താണ് നമ്മുടെ പാഠഭാഗം പഠിക്കാനുള്ള സമയം എന്ന് നോക്കാം. എൻ്റെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. 2 മാസം മാത്രമാണ് ഇനി നമ്മുടെ പബ്ലിക് എക്സാമിനുള്ള സമയം. ഇല്ല, ജനുവരി, ഫെബ്രുവരി, മാർച്ചിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയിലേക്ക് കടന്നു. മുഴുവൻ പാഠഭാഗങ്ങളും പരീക്ഷയ്ക്ക് പഠിക്കണം. അനസാർ പറഞ്ഞു 1 മുതൽ 5 വരെയുള്ള യൂണിറ്റ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓരോ യൂണിറ്റിൽ നിന്നും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. ഓരോ ആക്ടിവിറ്റി നമുക്കുണ്ടായിരിക്കും. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കണം. കഴിഞ്ഞ അധ്യയന വർഷം നമുക്ക് ടെക്സ്റ്റ് മാറിയത് കൊണ്ട് എൻ്റെ മക്കൾക്ക് അത്ര പ്രയാസം വരില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, പബ്ലിക് പരീക്ഷ, ഇതിൻ്റെയൊക്കെ മോഡലുകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാലും ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ക്രോഡീകരിച്ച് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി ശേഖരിച്ചു വെക്കണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് ഒരു ഓഫറോട് കൂടി അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കൾക്ക് ഒരു ഗിവ് വേ വന്നിട്ടുണ്ട്. സ്മാർട്ട് വാച്ച് ആണ്. 5 ലക്കി വിന്നേഴ്സിനാണ് ഈ സ്മാർട്ട് വാച്ച് കിട്ടാനുള്ള ഒരു അവസരമുള്ളത്. അപ്പോൾ നമ്മുടെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, അവഞ്ചേഴ്സ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവരും 10 ജനുവരിക്ക് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. അവഞ്ചേഴ്സ് ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്ത മക്കളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ബാച്ചാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഈ എൻഡ് ഗെയിം ബാച്ചിൽ മുഴുവൻ ചാപ്റ്ററുകളും റിവിഷൻ ചെയ്യും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും 1ാമത്തെ ചാപ്റ്ററായ പ്യാർ എന്നുള്ള ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്ററായ ഹാത്തിയോം കി രഹ് ഗുസർ എന്ന് പറയുന്ന ചാപ്റ്റർ വരെ റിവിഷൻ ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഇതൊക്കെ കേട്ടത് കൊണ്ട് ഒറ്റ റിവിഷനിലൂടെ ആ പാഠഭാഗം ദൃഢപ്പെടുത്താൻ എൻ്റെ മക്കൾക്ക് സാധിക്കും. ഒരു പ്രയാസവും ഇല്ലാതെ അടിപൊളിയായിട്ട് ഈ അധ്യയന വർഷത്തെ പബ്ലിക് പരീക്ഷ നമുക്ക് എഴുതാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ അധ്യയന വർഷം നമ്മൾ പരീക്ഷ എഴുതും. ഹിന്ദിയിൽ മുഴുവൻ മാർക്കും നമ്മൾ നേടി A+ എന്നുള്ള ആ മാർക്കിലേക്ക് നമ്മൾ എത്തും. അടുത്ത വർഷം ഹൈസ്കൂളിലേക്ക് പോകുന്ന നിങ്ങൾക്ക് ഏറ്റവും ഒരു മുതൽക്കൂട്ടാകും ഇവിടെ പഠിച്ച ഈ അറിവുകളൊക്കെ എന്നുള്ളത്. അപ്പോൾ ഈ ന്യൂ ഇയർ ആയിട്ട് അനസാറിന് നിങ്ങളോട് പറയാനുള്ളത്, ടെക്സ്റ്റ് ബുക്കിന് പുറമെ എൻ്റെ മക്കൾ കൃത്യമായിട്ട് പല പുസ്തകങ്ങൾ വായിക്കണം. കഥകളുള്ള പുസ്തകങ്ങൾ വായിക്കണം. അല്ലെ, നിങ്ങൾക്ക് ഏറെ ചിന്തിപ്പിക്കുന്ന പുസ്തകങ്ങളിലേക്ക് നിങ്ങൾ പോകണം. പുസ്തകങ്ങളുടെ ഒരു ലോകത്തേക്ക് നിങ്ങൾ വരണം. ഈ അധ്യയന വർഷം അല്ലെങ്കിൽ ഈ ഒരു പുതുവർഷത്തിൽ എൻ്റെ അനസാറിന് എൻ്റെ മക്കളോട് പറയാനുള്ളത്, കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. പുസ്തകങ്ങൾ വായിച്ച് നിങ്ങളുടെ അറിവിനെ വർദ്ധിപ്പിക്കണം. അതൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം. അപ്പോൾ ഈ വെക്കേഷനിലൊക്കെ വെറുതെ നിൽക്കുന്ന ആളുകളൊക്കെ കൃത്യമായിട്ട് പല പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. ഒഴിവ് സമയങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യണം, സ്മാർട്ട് ഫോണിലൊന്നും സമയം ചെലവഴിക്കാതെ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ച് നിങ്ങളുടെ അറിവിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉയർത്തണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് സാറിൻ്റെ മക്കളോട് പറയാനുള്ളത്.
അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇത് ചെയ്യുക, എൻഡ് ഗെയിം അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് അവിടെ നമ്മൾ റിവിഷൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഞങ്ങൾ ഓൾറെഡി അവഞ്ചേഴ്സ് ബാച്ചിലുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് റിവിഷൻ ഇല്ലേ, ഞങ്ങൾക്ക് ഇനി ഇതും പൈസ കൊടുത്ത് വാങ്ങാൻ വളരെ പ്രയാസമാകും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മക്കളെ അത് ഫ്രീ ആയിട്ട് അതിൻ്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 2 ബാച്ച് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് സെറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഈ അധ്യയന വർഷം, ഈ ഒരു പുതുവർഷത്തിൽ നമ്മൾ ഇനി അങ്ങോട്ട് സെറ്റായിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. സെറ്റായിട്ട് ഗംഭീരമായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് ഇതിലേക്ക് വരിക. നമ്മുടെ ഇനിയുള്ള യൂട്യൂബ് വീഡിയോസും നിങ്ങൾ അതേപോലെയുള്ള ലൈവുകളിലൊക്കെ കൃത്യമായി പങ്കെടുക്കുക. അവിടെയും നമ്മൾ റിവിഷൻ ചെയ്യും. ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്വന്തം മനസ്സാറുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വിലയിരുത്തുക. നിങ്ങളുടെ സ്കൂളും അല്ലെ നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മക്കൾ ഫീഡ്ബാക്ക് അറിയിച്ചിരുന്നു, സാർ നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതി എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പബ്ലിക് എക്സാം നമുക്ക് എഴുതാൻ സാധിക്കണം. അപ്പോൾ നിങ്ങളുടെ കൂടെ ഒരിക്കൽ കൂടി പറയണം അനസാറിന്റെ. അപ്പോൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഗ്ല വീഡിയോ में अनसार फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.